നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പെരുന്നാൾ അവധി ദിനങ്ങൾ ഇന്നോടെ കഴിയുകയാണ്. അവധി ദിവസങ്ങളിൽ UAE-യിൽ വിവിധ ഇടങ്ങളിലായി ഉണ്ടായ വാഹനാപകടങ്ങളിലും മറ്റും 3 മലയാളികളുടെ ജീവനാണ് നഷ്ടമായത്. കഴിഞ്ഞ ദിവസം സഹപ്രവർത്തകർക്കൊപ്പം പെരുന്നാൾ അവധി ആഘോഷിക്കാൻ പോയ മലയാളി യുവാവ് ബോട്ട് അപകടത്തിൽ മരിച്ചു. UAE-യിലെ ഖോർ ഫക്കാനിൽ വെച്ചാണ് അപകടമുണ്ടായത്. കാസർഗോഡ് നീലേശ്വരം സ്വദേശി വാഴവളപ്പിൽ അഭിലാഷാണ് മരിച്ചത്. 38 വയസ്സായിരുന്നു. അപകടത്തിൽ ഒരു കുട്ടി ഉൾപ്പെടെ 3 മലയാളികൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇതിൽ തിരുവനന്തപുരം സ്വദേശിയായ കുട്ടിയുടെ നില ഗുരുതരമാണ്. ഷാർജയിലെ സ്വകാര്യ കമ്പനിയിൽ 7 വർഷമായി ഹെൽപ്പറായി ജോലി ചെയ്തു വരികയായിരുന്നു അഭിലാഷ്. 8 വർഷമായി അഭിലാഷ് ഷാർജയിലുണ്ട്. പുതുതായി പണി കഴിപ്പിച്ച വീട്ടിൽ പാലുകാച്ചൽ ചടങ്ങിന് പോകാനിരിക്കവെയാണ് മരണം സംഭവിച്ചത്. കർഷക തൊഴിലാളികളായ വിജയന്റെയും ശ്യാമളയുടെയും മകനാണ്. 16 യാത്രക്കാരും 2 ജീവനക്കാരും അടക്കം 18 പേരാണ് ബോട്ടിൽ ഉണ്ടായിരുന്നത്. യാത്രക്കാരുടെ എണ്ണം കൂടിയതാണ് ദുരന്തത്തിന് കാരണമായതെന്നാണ് വിലയിരുത്തൽ. മലയാളിയാണ് ബോട്ട് ഓടിച്ചിരുന്നത്. പരിക്കേറ്റ മറ്റ് 2 പേരും അഭിലാഷിന്റെ സഹപ്രവർത്തകരാണ്. കരയിൽ നിന്നും ഏകദേശം 1.5 കിലോമീറ്റർ അകലെ എത്തിയപ്പോൾ അമിത വേഗതയിലും ഭാരത്താലും ബോട്ട് മറിയുകയായിരുന്നുവെന്ന് ദുരന്തത്തിൽ നിന്നും രക്ഷപ്പെട്ട മലപ്പുറം പെരിന്തൽമണ്ണ സ്വദേശി ഷൌക്കത്ത് പറഞ്ഞു. അഭിലാഷ് ജോലി ചെയ്ത സ്ഥാപനത്തിലെ ഡ്രൈവറാണ് ഷൌക്കത്ത്. അഭിലാഷിന്റെ മൃതദേഹം ഫുജൈറ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരുക്കത്തിലാണെന്ന് സ്ഥാപനത്തിന്റെ പ്രതിനിധികൾ അറിയിച്ചിട്ടുണ്ട്. അശ്വതിയാണ് ഭാര്യ, അഭയ മകളാണ്. പെരുന്നാൾ ദിവസം അബുദാബി ബനിയാസിലുണ്ടായ വാഹനാപകടത്തിൽ പാലക്കാട് സ്വദേശിയാണ് മരിച്ചത്. തൃത്താല പരുദൂർ പഞ്ചായത്തിലെ കരുവാൻപടി ചെറിയാമ്പറമ്പത്ത് സുബീഷ് ആണ് അപകടത്തിൽ മരിച്ചത്. 36 വയസ്സായിരുന്നു. അബുദാബിയിൽ കാർപ്പന്ററായി ജോലി ചെയ്തു വരികയായിരുന്നു മരിച്ച സുബീഷ്. ഈ വരുന്ന ഒക്ടോബറിലാണ് വിവാഹം നടത്താൻ നിശ്ചയിച്ചിരുന്നത്. ഇതിന്റെ ഇടയിലാണ് മരണം കവർന്നത്. കൂടെ ഉണ്ടായിരുന്ന 3 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇതിൽ ഒരാളുടെ നില ഗുരുതരമാണ്. എറണാകുളം പിറവം സ്വദേശി വെട്ടുകലുങ്കൽ റോബിൻ ജോസഫിയാണ് ഗുരുതര പരിക്കുകളോടെ ആശുപത്രിയിൽ കഴിയുന്നത്. അബുദാബി ഷെയ്ഖ് ഷക്ബൂത്ത് മെഡിക്കൽ സിറ്റി ആശുപത്രിയിലാണ് ഇപ്പോൾ ചികിത്സയിൽ കഴിയുന്നത്. സുബീഷിന്റെ മൃതദേഹം നടപടികൾ പൂർത്തിയാക്കി നാട്ടിലെത്തിച്ച് സംസ്കരിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് ബന്ധുക്കൾ അറിയിച്ചിട്ടുണ്ട്. അതേസമയം പെരുന്നാൾ ദിവസമുണ്ടായ മറ്റൊരു വാഹനാപകടത്തിൽ മലപ്പുറം സ്വദേശിയാണ് മരിച്ചത്. രാത്രിയിൽ വീട്ടിലേക്ക് ഫോൺ ചെയ്യവേ നിയന്ത്രണം വിട്ട വാഹനം ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. വളാഞ്ചേരി എടയൂർ പൂക്കാട്ടിരി സ്വദേശി TT ജസീമാണ് മരിച്ചത്. 32 വയസ്സായിരുന്നു. റിട്ടയേർഡ് DYSP TT അബ്ദുൾ ജബ്ബാറിന്റെയും റംലയുടെയും മകനാണ്. റോഡരികിൽ നിന്ന് അമ്മയോട് ഫോണിൽ സംസാരിക്കവേ നിയന്ത്രണം നഷ്ടപ്പെട്ട വാഹനം ഫുട്പാത്തിലേക്ക് ഇടിച്ചുകയറി ജസീമിനെ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. ദുബായിൽ എഞ്ചിനീയറായി ജോലി ചെയ്യുന്ന ജസീം കുടുംബത്തോടൊപ്പം ഉമ്മുൽ ഖുവൈനിൽ പെരുന്നാൾ ആഘോഷിക്കാൻ എത്തിയതായിരുന്നു. ദുബായ് റാഷിദിയയിലാണ് ജസീം താമസിക്കുന്നത്. ഉമ്മുൽ ഖുവൈൻ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം ഹംബാസ് പ്രതിനിധികളുടെ നേതൃത്വത്തിൽ നാട്ടിലെത്തിക്കാൻ നടപടി പുരോഗമിക്കുന്നുണ്ട്. സീനത്താണ് ഭാര്യ. യമൻ മരക്കാർ, ഫിൽഷ എന്നിവർ മക്കളാണ്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.